കാലിത്തീറ്റ കുംഭകോണവും 2G സ്പെക്ട്രവുമൊക്കെ രാഷ്ട്രീയക്കാർ നടത്തിയ അഴിമതിയാണെങ്കിൽ മാസപ്പടി മുഖ്യമന്ത്രിയായ പിതാവിനെ ഉപയോഗിച്ച് മകൾ നടത്തിയ കുംഭകോണമാണ്. ഇത്രയും കാലം ഇത് സർക്കാരും സർക്കാർ ഏജൻസികളും തമ്മിലുള്ള ഇടപാടായിരുന്നു. എന്നാൽ ഇപ്പോഴിത് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും ഊരിപ്പോവുക പ്രയാസമാണ്. കോടതിയുടെ ഒരു ചെറിയ പരാമർശം പോലും പിണറായിക്ക് ബൂമറാങ്ങായി മാറാം. മുൻപും പരാമർശങ്ങളുടെ പേരിലാണ് മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ളത്. വീണ വിജയൻ പങ്കാളിയായ അഴിമതി രാജ്യസുരക്ഷയെ ബാധിച്ചുവെന്നാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. CITU പോലും നോക്കുകൂലി വാങ്ങാതിരിക്കുമ്പോൾ വീണ CMRLൽ നിന്നും നോക്കുകൂലിയായി കോടികൾ കൈപ്പറ്റിയത് CPMകാർ പരസ്പരം പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. SFIO, IT വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത്. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും ദില്ലി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ വ്യക്തമാക്കുന്നു. CMRL നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയെന്ന് കേന്ദ്രം ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് നിസ്സാര കാര്യമല്ല. മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി നേരത്തെ ദില്ലി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു. വിധിക്ക് മുന്നോടിയായ വാദങ്ങൾ എഴുതി നൽകാൻ കക്ഷികളോട് കോടതി നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും ആദായ നികുതി വകുപ്പും എഴുതി നൽകിയ വാദങ്ങളിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ. പിണറായി വിജയന്റെ മകൾ അച്ഛന്റെ അധികാര തണലിൽ അഴിമതി നടത്തിയെന്ന വാദം CPMന്റെ ഇമേജ് തകർത്തു. വീണ വിജയന്റെ കമ്പനിക്കും വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ നൽകിയ പണമിടപാടിന്റെ ഭാഗമായി 185 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്ന് SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടുവെന്ന് വ്യാജ ബില്ലുകൾ CMRL ഉണ്ടാക്കി. ഇതുവഴി CMRL ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി. കേസിൽ പൊതുതാൽപര്യമില്ലെന്ന CMRLന്റെ വാദത്തിനെയും കേന്ദ്രം തള്ളുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13% ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ പൊതുതാൽപര്യത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന് മേൽ മറ്റ് അന്വേഷണം പാടില്ലെന്ന വാദവും നിലനിൽക്കില്ല. നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും മുൻകാല കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പ് പറയുന്നു. CMRLന്റെ ഹർജിയിൽ അടുത്തയാഴ്ച കോടതി വിധിയുണ്ടാകുമെന്നാണ് വിവരം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുമോ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി അമിത് ഷാ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നതെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും SFIO സത്യവാങ്മൂലത്തിൽ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കം 20 പേരുടെ മൊഴിയെടുത്തു. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയുടെയും മൊഴി എടുത്തിട്ടുണ്ട്. CMRLന്റെ ഹർജി തള്ളണമെന്നും SFIO സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നു.